Advanced Encryption Standard AES. The most popular and widely adopted symmetric encryption algorithm likely to be encountered nowadays is AES. It is found at least 6 times faster than DDES. അതായത് നമ്മുടെ DES അൽഗോരിതത്തെക്കാളും ട്രിപ്പിൾ ടൈം ഫാസ്റ്റർ ആണ് AES. ഇപ്പം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ട് സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതമാണ് ഈ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. AES is an iterative rather than feastal cipher. Feastal cipherനേക്കാളും കൂടുതൽ ഐട്രേറ്റീവ് ആയിരിക്കും ഈ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് AES എൻക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നത്, അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ AES treat the 128 bit of plain text as 16 bytes block. 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ 16 ബൈറ്റ് ബ്ലോക്ക് ആയിട്ടാണ് AES ട്രീറ്റ് ചെയ്യുന്നത്. These 16 bytes are arranged in 4x4 matrix. ഈ മെട്രിക്സിനെയാണ് പിന്നീട് അൽഗോരിതം പ്രോസസ് ചെയ്യുന്നത്. The number of rounds in AES is variable and depends on the length of the key. കീയുടെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും AESന്റെ റൗണ്ട്സിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 128 ബിറ്റ് കീ ആണെങ്കിൽ അതിന് 10 റൗണ്ട് കാണും. അതുപോലെ തന്നെ 192 ബിറ്റ് കീ ആണെങ്കിൽ 12 റൗണ്ട്സ് ആൻഡ് 256 ബിറ്റ് കീസ് ഫോർ 14 റൗണ്ട്സ്. And which is calculated from these keys are calculated from the original AES key. And moving to the encryption process, each round comprises of 4 sub-process. ഓരോ റൗണ്ടും n- റൗണ്ടുകളും അല്ലെങ്കിൽ ഓരോ റൗണ്ടുകളും 4 സബ് പ്രോസസ്സുകൾ കടന്നു പോകുന്നുണ്ട്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്സ്, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളംസ് ആൻഡ് ആഡ് റൗണ്ട് കീ. ഇതിനകത്ത് nth റൗണ്ടിൽ മാത്രം മിക്സ് കോളം എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടായിരിക്കില്ല. Substitute bytes. The 16 input bytes are substituted by looking up a fixed table known as S-box. S-box also known as substituent box given in a design. The S-box constructed using defined transformation of values in GF 2�8. Lois fee 2�8 ആയിട്ടുള്ള വാല്യൂസ് ആണ് ഈ S-box കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതായത് അത് 286 8 ബിറ്റ് വാല്യൂ പെർമ്യൂട്ടേഷൻസ് ആണ് GF 2�8 S-boxൽ ഉണ്ടായിരിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരം അവൈലബിൾ ആയിട്ട് ഓൾ നോൺ അറ്റാക്സിനെ റെസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ GF 2�8 ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈറ്റ് റൗണ്ടിൽ ഓരോ 16 ഇൻപുട്ട് ബൈറ്റുകളും S-boxന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ലുക്ക് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ബോക്സുമായിട്ട് ചേർന്ന് 16 ബിറ്റ് ഇൻപുട്ടിനെ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഷിഫ്റ്റ് റോസ്. ഷിഫ്റ്റ് റോസ് മീൻസ് ഓരോ റോയും നമ്മൾ സർക്കുലർ ലെഫ്റ്റ് ബൈറ്റ് ഷിഫ്റ്റ് നടത്തുവാണ് ഓരോ റോയും. അപ്പോൾ ഫസ്റ്റ് റോ അൺചേഞ്ച്ഡ് ആയിട്ട് വെക്കും, അതായത് ഒരു മാറ്റവും ഇല്ല. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് നടത്തും. സെക്കൻഡ് റോ ഡസ് 1 ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് നടത്തും. അതുപോലെ തേർഡ് റോ ഡസ് 2 ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് ഫോർത്ത് റോ ഡസ് 3 ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ്. ഡീക്രിപ്ഷൻ സൈഡിൽ ഇത് ഇൻവേർട്ട് ആയിരിക്കും, അതായത് ഷിഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. And the next step is mixed columns. The round is mixed columns. Each column is processed separately. ഓരോ കോളവും സെപ്പറേറ്റ് ആയിരിക്കും പ്രോസസ് ചെയ്യുന്നത്. Each byte is replaced by a value depend on all 4 bytes in the column. ഒരു കോളത്തിലെ എല്ലാ 4 ബൈറ്റിനെയും ഒരു പ്രത്യേക ബൈറ്റ് വെച്ച് ഓരോ വാല്യൂവും ഓരോ ബൈറ്റ് വെച്ച് റീപ്ലേസ് ചെയ്ത് പോകുന്നു. The transformation is defined by the following matrix multiplication on state. ഒരു മെട്രിക്സ് വഴിയാണ്, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാവും. ആ മെട്രിക്സും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള മെട്രിക്സും നമ്മുടെ ഡിഫൈൻ ചെയ്തേക്കുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Each element in the product matrix is the sum of product of elements of one row and one column. അതായത്
നമ്മുടെ പ്രൊഡക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എലമെന്റ്സ് ഓഫ് 1 റോ ആൻഡ് 1 കോളം. ഡിഫൈൻഡ് മെട്രിക്സിലെ 1 റോയും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെട്രിക്സിലെ 1 കോളം ആയിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റിന്റെ സം ആയിരിക്കും ഈ മിക്സ് കോളം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ആൻഡ് ദ ഫൈനൽ റൗണ്ട് ഈസ് ആഡ് റൗണ്ട് കീ. In this round, the 16 bytes of the matrix are now considered as 128 bits and are XORed to the 128 bits of the round key. If this is the nth round, then the output is the ciphertext. Otherwise, the resulting 128 bits are interpreted as 16 bytes and we begin another similar round. ഇവിടെ പറയുന്നത് the 16 bytes of the matrix are now considered as 128 bits bits are XORed to the 128 bits of the round key. ഈ നമുക്ക് കിട്ടിയ ഏറ്റവും അവസാനം കിട്ടിയ 16 ബൈറ്റ്സ് മെട്രിക്സിന്റെ 16 ബൈറ്റ്സ് 128 ബിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന 128 ബിറ്റ് റൗണ്ട് കീയുമായിട്ട് എക്സോർ ചെയ്യുന്നു. ഇപ്പോൾ ഈ റൗണ്ട് എന്ന് പറഞ്ഞ nth റൗണ്ട് ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ റിസൾട്ട് ആണ് സൈഫർ ടെക്സ്റ്റ്. അതർവൈസ് അതല്ലെങ്കിൽ ദ റിസൾട്ടിങ് 128 ബിറ്റ്സ്, ഇപ്പൊ കിട്ടിയ 128 ബിറ്റ്സിനെ 16 ബൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, എന്നിട്ട് പുതിയൊരു റൗണ്ട് തുടങ്ങും. അങ്ങനെ nth റൗണ്ട് ആകുന്നവരെ ഈ റൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. nth റൗണ്ട് സ്റ്റേജില് അതായത് nth റൗണ്ട് സ്റ്റേജിൽ 3 റൗണ്ടാണ് പ്രോസസ്സാണ് നടക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്സ്, ഷിഫ്റ്റ് റോസ് ആൻഡ് ആഡ് റൗണ്ട് കീ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് AES എൻക്രിപ്ഷൻ ആണ്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ കണ്ടത്.